അപ്പോൾ നമ്മുടെ യാത്ര ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. എങ്ങനെ കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു സൈഡ് കുളവും ഒരു സൈഡ് വയലും കൂടെ ഉള്ളതാണ് ഈ പ്രദേശമൊക്കെ. മിക്കതും അങ്ങനെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാൻ കയറി. കഴിച്ചു കഴിഞ്ഞ് നേരെ തിരുപ്പതിയിലോട്ട് പോയി. ഇതാണ് തിരുപ്പതിയിലേക്കുള്ള വഴി. ഇതാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. ആ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിൽ കയറി ദർശനമൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റായിരുന്നു, നല്ല സുഖമാണ്. ഇത്ര വെയിലായിട്ടും അവിടെ ഇരുന്ന് ചുമ്മാ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല സുഖമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് നടക്കാനായിട്ട് ചാക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നടക്കാനായിട്ട് നല്ല സുഖമാണ്. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങി നേരെ കന്യാകുമാരിയിലോട്ട്. പോയ വഴിക്ക് ഞങ്ങൾ തെങ്ങുംതോപ്പൊക്കെ കണ്ടു. നല്ല രസമാണ് കന്യാകുമാരി അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കന്യാകുമാരി എത്തി. ഞാൻ അവിടെ നിന്നൊരു കണ്ണാടിയൊക്കെ മേടിച്ച് ഞാനും അച്ഛനും മാത്രമേ കടലിൽ ഇറങ്ങിയുള്ളൂ. ഞാനും അച്ഛനും കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അച്ഛൻ വലിയ കാര്യത്തിൽ അവിടെ ചെന്ന് നിന്നതാണ്, പക്ഷെ വെള്ളമൊക്കെ അടിച്ച് കയറി ദേഹം മൊത്തം നനഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ശുചീന്ദ്രത്തിലോട്ട് വിട്ടു. പോയ വഴിക്ക് ഞങ്ങൾ താമരക്കുളങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ കുറേ താമരകളും നല്ല രസമായിരുന്നു കാണാൻ. ആ കന്യാകുമാരി ശുചീന്ദ്രം റോഡൊക്കെ കിട്ടില്ലമാണ്. ആ വ്യൂ ഒക്കെ കാണാനായിട്ട് ഒരു രക്ഷയില്ല. അവിടെ ഈ പാറയുണ്ടായിരുന്നു. പാറയിൽ എന്തൊക്കെയോ തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ് അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. ആ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കതിൻ്റെ ആ സൗന്ദര്യം. എന്ത് രസമാണ് അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഫ്രീ ആയിട്ട് നിൽക്കാൻ. മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും. നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഈ വഴിയൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാനൊക്കെ നൈസാണ്. നല്ലൊരു സമാധാനം, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ശുചീന്ദ്രം എത്തി. അവിടുത്തെ രഥങ്ങൾ അവരിങ്ങനെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിനകത്ത് കയറി. അമ്പലത്തിൽ എന്ത് വൃത്തിയാണെന്നറിയോ. നമ്മുടെ ഈ എല്ലാ സ്ഥലവും അവർ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ കുണ്ടണി മങ്കയുടെ അമ്പലമാണ്. 300 നങ്ക എന്നും പറയും. അപ്പോൾ ദേവിയെ നമ്മുടെ നവരാത്രിക്ക് ട്രിവാൻഡ്രത്ത് കൊണ്ടുവരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നേരെ വീട്ടിലോട്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സന്ധിക്കും വരയ്ക്കും പാക്കലം. ബൈ ഫ്രം ഗോബ്സ് ആൻഡ് ഫാമിലി.